കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നടപടികൾ കേന്ദ്രത്തിലെ BJP സർക്കാർ നടപ്പാക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലത്തിലധികമാകുന്നു. ഓരോ നരേന്ദ്രമോദി സർക്കാരും എടുക്കുന്ന തീരുമാനങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങളെ പൂർണ്ണമായും ഹനിക്കുകയും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുകയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുകയും ചെയ്യുന്ന സമീപനങ്ങളാണ്. ഇതിനെതിരെയാണ് 10 ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി സമരം നടത്തുന്നത്. BMS ഒഴികെയുള്ള മിക്ക ട്രേഡ് യൂണിയനുകളും ഈ സമരത്തിന്റെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു കൂടി ചേരുകയാണ്. സുജു, പത്തനംതിട്ടയിൽ എങ്ങനെയാണ് സമരം പുരോഗമിക്കുന്നത്? ഈ സമരത്തിന്റെ ഒരു വലിയ പരിപ്രേക്ഷ്യത്തെ ചെറിയ ചില വാർത്തകൾ കൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യന്റെ ജീവിക്കാനുള്ള സമരമാണ് ഈ നടക്കുന്നത്. സുജു, തീർച്ചയായിട്ടും വലിയ ശക്തമായ സമരമാണ് ഇപ്പോൾ തൊഴിലാളി യൂണിയൻ ട്രേഡ് യൂണിയനുകളുടെ സംയുക്തമായുള്ള പ്രകടനമാണ് പത്തനംതിട്ടയിലൂടെ കടന്നു പോകുന്നത്. വലിയ തരത്തിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഈ പ്രകടനത്തിലുണ്ട്. പത്തനംതിട്ട നഗരത്തിലെ പണിമുടക്ക് പൂർണ്ണമാണ്. സ്വകാര്യ വാഹനങ്ങളോ മറ്റ് കടകമ്പോളങ്ങളോ ഒന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. അത്യാവശ്യം മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാണുന്ന ഈ സമരമ്പോൾ ആ സമര മുദ്രാവാക്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. ജനത മറക്കില്ല. നമുക്ക് ആ മുദ്രാവാക്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതാണ് എന്ത് കാര്യമാണ് അവർ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പത്തനംതിട്ടയിലെ വലിയ ഒരു സമരം തന്നെയാണ് ഇപ്പം പുരോഗമിക്കുന്നത്. ഇന്ന് നമുക്കറിയാം ഓഗസ്റ്റ് മാസം 2024 കൊടുത്ത ഒരു മുന്നറിയിപ്പാണ്. അതിനുശേഷം നിരവധി തവണ ഈ കാര്യവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ ഇന്നലെ വൈകിട്ടും പന്തംകൊളുത്തി പ്രകടനം, അതുപോലെ തന്നെ CITUവിൻ്റെയും മറ്റ് യൂണിയനുകളുടെയും നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ പ്രചരണ ജാഥയെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്ന് സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് കൃത്യമായി തന്നെ എന്താണ് സമരമെന്ന് ജനങ്ങളെ അറിയിച്ച ശേഷമുള്ള ഒരു വലിയ സമരം തന്നെയാണ്. CITUവിന്റെ നേതൃത്വങ്ങളെല്ലാം തന്നെ കൂടെയുണ്ട്. നമുക്ക് പ്രതികരണം ഇന്ന് പത്തനംതിട്ട പൂർണ്ണമായി സ്തംഭിച്ച സാഹചര്യമാണ്. ഇവിടെ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും നമ്മളോടൊപ്പം സഹകരിച്ചിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ തന്നെയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പണിമുടക്കിന്റെ വിവരങ്ങൾ എല്ലാവരും അവർ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുള്ളതുകൊണ്ട് ജനങ്ങൾ പൂർണ്ണമായി ഈ പണിമുടക്കിനോട് സഹകരിക്കുകയാണ്. ഷമി, അത് തന്നെയാണ് ജനങ്ങളോട് പരമാവധി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് സമരം നടത്തുന്നത്. അടൂരിൽ ബസ്സുകൾ ഉൾപ്പെടെ തടയുന്നുണ്ട്. പക്ഷെ തടയുമ്പോൾ അതിലെ യാത്രക്കാരുണ്ടെങ്കിൽ അവരുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ബസ് മുമ്പോട്ട് പോകാൻ ഈ തൊഴിലാളികൾ തന്നെ നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ വലിയ ഒരു സമരത്തിന്റെ തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ട നഗരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് തന്നെയാണ് CITUവിന്റെയും മറ്റു തൊഴിലാളി യൂണിയനുകളുടെയും നേതൃത്വത്തിലുള്ള തീർച്ചയായും സുജു, അത് തന്നെയാണ്. വെറുതെ ഇരുന്നിട്ട് ഒരു ഉൾവിളി ഉണ്ടായി ഈ സമരത്തിലേക്ക് പോകുന്നതല്ല. സംസ്ഥാനത്തെ തൊഴിലാളി സംഘടനകൾ വളരെ കൃത്യമായി പഠിച്ച് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ഏതൊക്കെയാണെന്ന് എണ്ണി പറഞ്ഞുകൊണ്ടാണ് അവര് ഈ സമരത്തിലേക്ക് വരുന്നത്. എത്രയോ നാൾ മുമ്പ് ഈ സമരം തീരുമാനിച്ചതാണ്. പിന്നീട് ചില കാരണങ്ങളാൽ അത് ഒന്ന് നീട്ടിവെക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. വളരെ മുൻകൂട്ടി ഇതിനെക്കുറിച്ചുള്ള നോട്ടീസുകൾ നൽകുകയും ജനങ്ങളിലേക്ക് ഈ പണിമുടക്കിനെ സംബന്ധിച്ച് അറിയിപ്പുകൾ നൽകുകയും ചെയ്തതാണ്. രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങളെ മുച്ചൂടും ഇല്ലാതാക്കുന്ന നിലപാടുകൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഉള്ളപ്പോൾ അവരെ സംബന്ധിച്ച് തൊഴിലാളികൾ എന്നുള്ളത് ഹയർ ആൻഡ് ഫയർ എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഒരു തൊഴിലാളിയുടെയും ജീവിതം സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിൽ സാധാരണപ്പെട്ട തൊഴിലാളികളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു സമരത്തിലേക്ക് CITU, അതുപോലെ തന്നെ മറ്റ് 9ഓളം തൊഴിലാളി സംഘടനകൾ, INTUC അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ വരുന്നത്. ആ സമരത്തെ ആ രീതിയിൽ ഉൾക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അതിനോട് പൂർണ്ണമായും സഹകരിക്കുകയാണ്. അത് മാത്രവുമല്ല, നേരത്തെ CB അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയതുപോലെ നോയിഡയിലും ഗാസിയാബാദിലും അതുപോലെ തന്നെ ഡൽഹിയുടെ വിവിധ പ്രാന്ത പ്രദേശങ്ങളിലും ഒക്കെ ഉള്ള തൊഴിലാളികൾ ഈ സമരത്തിന്റെ ഭാഗമായി പൂർണ്ണമായും രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ബംഗാളിലും ഒറീസയിലും അടക്കമുള്ള തൊഴിലാളികൾ ഈ സമരങ്ങളിൽ പങ്കാളികളാവുന്നുണ്ട്. ബീഹാറിൽ CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ സമരത്തിന്റെ ഭാഗമായി വരികയാണ്. ഇന്ത്യയിൽ ആകമാനം ഈ സമരത്തിന്റെ അലയൊലികൾ ഉണ്ടാകുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. തീർച്ചയായും സുജുവിലേക്ക് വരാം.